രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 4. ചെറുക്കം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ തള്ള ഇത്തിരി മുറ്റാണെന്ന് തോന്നുന്നു. പെണ്ണ് കാണാൻ കഴിഞ്ഞതിൽ പിന്നെ വീണ അവളുടെ അഭിപ്രായം അപ്പോൾ തന്നെ പറഞ്ഞു. അതിന് നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. അവളുടെ ആ സംസാരം ഇഷ്ടപ്പെടാതെ അനിത വീണയുടെ നേർക്ക് യുദ്ധത്തിന് വന്നു. ദേ അരവിന്ദേട്ടാ, നിങ്ങളുടെ ഭാര്യയെ മര്യാദയ്ക്ക് അടക്കിയിരുത്തിക്കോ. വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന ഈ പെണ്ണുമ്പുള്ള വിവരം അറിയും. എൻ്റെ കുഞ്ഞെ, നിനക്കിത് എന്തിൻ്റെ കുഴപ്പമാ? അവളുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അരവിന്ദൻ വീണയെ നോക്കി. നിങ്ങൾ ആ പോയ സാധനത്തിന് പേടിയാണ്, അതുകൊണ്ടാണ് ഈ കുഴപ്പം. ആ തള്ളയുടെയും കാർന്നൂരുടെയും വർത്താനം കേട്ടാൽ ചൊറിഞ്ഞു വരും. പിന്നെ ഞാൻ ഇവളുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പതുക്കെ പറ. അവളിപ്പോൾ തിരികെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഇവിടെ യുദ്ധമായിരിക്കും. അരവിന്ദൻ കയ്യും കൂപ്പി വീണയുടെ മുന്നിൽ നിന്നു. ചില നേരത്ത് രണ്ടും കൂടി വഴക്കൂടുന്നത് കാണാൻ തന്നെ രസമാണ്. ഗായത്രി ഓർത്തു. എൻ്റെ പെണ്ണെ, നിനക്കിത് എന്തിൻ്റെ കേടാ? നീ ഏട്ടത്തിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടിട്ടേ പോകൂ. ദേവു അവളുടെ അടുത്ത് ചോദിച്ചു. നിൻ്റെ ഏട്ടത്തെ ഈ നിൽക്കുന്ന ഏട്ടൻ പേടിക്കും, അല്ലാതെ എനിക്ക് പേടിയില്ല. ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. എനിക്കതറിയാം. നീ ഇങ്ങോട്ട് വാ. ഏട്ടൻ പോയി ജാതകം നോക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോൾ സംസാരിച്ചാൽ പോരെ പെണ്ണെ? രണ്ടുപേരും കൂടി വേലി കടന്നു പോകുന്നത് കണ്ടപ്പോൾ അരവിന്ദൻ ചിരിയോടെ ആ കാഴ്ച കണ്ടു നിന്ന ശേഷം അകത്തേക്ക് കയറി. നിങ്ങളുടെ അനിയത്തിയുടെ കൂട്ടുകാരിയുടെ ഭരണം ഈ വീട്ടിൽ നടക്കില്ലെന്ന് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനി, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ? ചില നേരത്തുള്ള അരവിന്ദൻ്റെ അനിവിളിക്ക് വല്ലാത്ത വാത്സല്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ വിളിയിൽ കുളിർന്നു പോയ അനിത പിന്നീട് അവനോട് വഴക്കിന് നിൽക്കാതെ തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്താ അനി ഇവിടെ പ്രശ്നം? നിന്റെ തൊള്ള റോഡിൽ നിന്ന് കേൾക്കാമല്ലോ. അരവിന്ദൻ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് നിലത്തിരുന്ന് കളിക്കുകയായിരുന്ന കിങ്ങിണിമുള കയ്യിലെടുത്തു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് അച്ഛനെടുത്തപ്പോൾ തന്നെ പെണ്ണിൻ്റെ ചിണുങ്ങൾ മാറി. കുഞ്ഞെത്രയും കരഞ്ഞ് നിലവിളിച്ചിട്ടും നിനക്കതിനെ ഒന്ന് എടുക്കാൻ നേരമില്ലാതായോ? അല്ലെങ്കിൽ അരവിന്ദേട്ടനെ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അവൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുഞ്ഞിന് കാച്ചി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പാലാണ് ഇവളെടുത്ത് ചായ ഉണ്ടാക്കുന്നത്. ഞാൻ അതൊന്ന് ചോദിച്ചതാണോ ഇത്രയും വലിയ തെറ്റ്? ചായപാത്രം അടുപ്പിന് മുകളിലൂടെ തട്ടിത്തെറിച്ച് കിടക്കുന്നത് കണ്ട് അരവിന്ദൻ അവളെയും ഗായത്രിയെയും മാറി മാറി നോക്കി. എന്താ ഗായു, നിനക്കെങ്കിലും ശ്രദ്ധിച്ചൂടെ? ഞാൻ അറിഞ്ഞില്ല ഏട്ടാ, കിങ്ങിണി മോൾക്ക് കൊടുക്കാൻ വച്ചിരുന്ന പാലാണെന്ന്. വല്ലാതെ തലവേദന എടുത്തപ്പോൾ അല്പം ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി. എന്നിട്ടാണോ ഇതെല്ലാം തട്ടിമറിച്ചിട്ടിരിക്കുന്നത്? അത് ഏട്ടത്തി ദേഷ്യത്തിൽ തട്ടിത്തെറിപ്പിച്ചതാണ്. അനി, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? അവളൊരു ചായ ഇട്ടതിനാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? കുഞ്ഞിനെ ഗായത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അരവിന്ദൻ അനിതയുടെ നേർക്ക് പാഞ്ഞു. ഗായത്രി കുഞ്ഞുമായി അരവിന്ദൻ്റെയും അനിതയുടെയും നടുക്ക് കയറി നിന്നു. വേണ്ട ഏട്ടാ, വേണ്ട. വെറുതെ എന്നെ ചൊല്ലൊരു വഴക്ക് വേണ്ട. പെട്ടെന്ന് അനിത വെട്ടിത്തിരിഞ്ഞ് അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ഓ പിന്നെ, നിൻ്റെ ഒരു ഔദാര്യം. നീയാണ് ഈ വീട്ടിലെ മുഴുവൻ പ്രശ്നത്തിനും കാരണം. എന്നിട്ട് അവൾ നല്ല വെള്ള ചെമ്മയാൻ വന്നിക്കുന്നു. ചീറിക്കൊണ്ട് അനിത ഗായത്രിയുടെ നേർക്ക് തിരിഞ്ഞു. അനിത, നിന്നോട് ഞാൻ പറഞ്ഞു ശബ്ദം കുറയ്ക്കാൻ. ഇല്ല, ഞാൻ ഉറക്കെ തന്നെ പറയും. കുറേ നാളായി ഞാൻ സഹിക്കുന്നു ഏട്ടൻ്റെ അനിയത്തിയുടെയും ഭരണം. അനിയത്തെ സ്നേഹിച്ചിരിക്കാനായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? ഈ വീട്ടിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഈ നാശത്തിനെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മാത്രമേ എനിക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റൂ. അത്രയും ആയപ്പോഴേക്കും അരവിന്ദൻ്റെ ക്ഷമ നശിച്ചു. കൈ വീശി അനിതയുടെ കവിളിൽ ആഞ്ഞടിച്ചു. സത്യം പറഞ്ഞാൽ ആ ഒരു നീക്കം ഗായത്രിയോ അനിതയോ പ്രതീക്ഷിച്ചില്ല. ആദ്യമായാണ് അരവിന്ദൻ അനിതയ്ക്ക് നേർക്ക് കൈ പൊക്കുന്നത്. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. അവൾ വേഗം കുഞ്ഞുമായി മുറിയിലേക്ക് പോയി. ഏട്ടൻ എന്തായി കാണിച്ചത്? വേഗം ചെന്ന് ഏട്ടത്തിയെ സമാധാനപ്പെടുത്താൻ നോക്ക്. ഗായത്രി അരവിന്ദനെ ഉള്ളിൽ റൂമിലേക്കും തള്ളിവിട്ടു. അലമാരയുടെ മുകളിൽ ഇരുന്ന ബാഗ് വലിച്ചെടുത്ത് അതിൽ കുഞ്ഞിൻ്റെയും തൻ്റെയും ഡ്രസ്സുകൾ വാരി കുത്തി നിറച്ചു അനിത. എന്നെ കൈവീശി അടിച്ച് ഇയാളോടൊപ്പം ഇനി ഒരു നിമിഷം ഞാൻ ജീവിക്കില്ല. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം രണ്ടിനും. എനിക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അറിയട്ടെ. അലമാരിയിലിരുന്ന പേഴ്സ് കയ്യിലെടുത്ത് അതിലേക്ക് പഴപ്പോലായി അരവിന്ദൻ കൊടുത്ത കാശും ചുരുട്ടി വെച്ച് അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി നിങ്ങളോടൊപ്പം അനിത താമസിക്കില്ല. അനിതയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ്
അനിയത്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യ വേണമെന്ന് തോന്നുമ്പോൾ വന്ന് വിളിച്ചാൽ മതി. അനിത, പ്രശ്നമുണ്ടാക്കാതെ നീ അകത്തേക്ക് പോ. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തക്ക സംഭവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നീയാണ് പലപ്പോഴും നിലമറന്ന് സംസാരിച്ചത്. ഇറങ്ങി പോകുന്നതൊക്കെ കൊള്ളാം, ഞാൻ പിന്നാലെ വിളിക്കാൻ വരില്ല. അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വേണ്ടെന്ന്. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു കരഞ്ഞു വീർത്ത മുഖവുമായി നിൽക്കുന്ന ഗായത്രിയെ. നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഞങ്ങളെ തമ്മിൽ അകറ്റിയപ്പോൾ. എന്തായാലും ഞാനിനി ആർക്ക് ശല്യമാകുന്നില്ല. ഏട്ടത്തി ദയവ് ചെയ്ത് പോകരുത്. എല്ലാ തെറ്റിനും ഞാൻ ക്ഷമ ചോദിക്കാം. ഗായത്രി അവളുടെ കാല് പിടിച്ചു. നിന്റെ ഈ പൂങ്കണ്ണീര് കണ്ട് ഏട്ട അലിയുമായിരിക്കും, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഞാനിനി ആർക്ക് ശല്യമാകുന്നില്ല. ഇറങ്ങിപ്പോകുന്നതൊക്കെ കൊള്ളാം, തിരികെ വിളിക്കാൻ ഞാൻ വരില്ല അനി. അവസാനത്തെ വാക്കെന്ന വണ്ണം അരവിന്ദൻ പറഞ്ഞു. കുഞ്ഞുമായി പടികൾ വേഗം ഇറങ്ങി അവൾ റോഡിലേക്ക് നടന്നു. ഏട്ടൻ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി ഏട്ടത്തിയെ വിളിക്ക്. പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇറങ്ങിപ്പോയതായിരിക്കും. അവൻ്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടുകൊണ്ട് വീണ അരവിന്ദനോട് പറഞ്ഞു. എനിക്ക് വയ്യ ദേവും, മടുത്തു. 3 വർഷമായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. വല്ലാത്തൊരു നിസ്സഹായതയോടെ പറയുന്നവനെ വേദനയോട് ഗായത്രി നോക്കി. കുഞ്ഞിനെയും കൊണ്ട് അധിക ദൂരം ഒന്നും നടക്കാൻ അനിതയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. ശ്രീസന്ധ്യ സമയത്ത് നിലവിളക്ക് വെച്ച് കഴിയുമ്പോഴാണ് പടിപ്പുര കിടന്നകത്തേക്ക് വരുന്ന അനിതയെ ദേവകി കാണുന്നത്. പിന്നിലേക്ക് എത്തി നോക്കുമ്പോൾ കണ്ടു ഓടിച്ചു പോകുന്ന ഓട്ടോറിക്ഷ. കയ്യിലിരുന്ന എണ്ണ തലയിൽ തൂത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. നീ എന്താ ഈ ത്രിസന്ധ്യ നേരത്ത്? അരവിന്ദൻ വന്നില്ലേ? നീ ഇത്രയും ദൂരം ഓട്ടോയിലാണോ വന്നത്? അമ്മയ്ക്കിത് എന്തൊക്കെ അറിയണം? ഞാനൊന്ന് അകത്തേക്ക് കയറിയിട്ട് വിശദമായി പറഞ്ഞാൽ മതിയോ? ദേവകിയമ്മയുടെ 2 ചാട്ടം ചാടിക്കൊണ്ട് അനിത അകത്തേക്ക് കയറി. ചുമ്മാതെയൊന്നുമല്ല, അവിടെ കാര്യമായി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ കുഞ്ഞിനെയും കൊണ്ട് ദേവകിയമ്മ അകത്തേക്ക് കയറി. അനിതയുടെ പിന്നാലെ കുഞ്ഞുമായി ദേവകി ചെന്നു. അതിനിടയിൽ അവർ ഫോണെടുത്ത് കരുണൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്താടി, ഞാൻ കടയടയ്ക്കാറായി, നിനക്കെന്തെങ്കിലും വേണോ? അനിയും കുഞ്ഞും വന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം വരാൻ. അതെന്താ ഈ സമയത്ത്? അരവിന്ദൻ വന്നില്ലേ? ഇല്ല, അവളും കുഞ്ഞും തനിയെ ഓട്ടോയിലാണ് വന്നത്, അവൻ വന്നില്ല. ഞാനെന്തോ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെടാതെ കയറി പോയിട്ടുണ്ട്. ഞാനിപ്പോഴെത്തും, നീ വെച്ചോ. അവർ ഫോൺ താഴെ വെച്ച് കിങ്ങിണി മോളുടെ മേത്ത് കിടന്ന് ഉടുപ്പഴിച്ചു മാറ്റി. ഉടുപ്പ് മാറ്റിയപ്പോൾ തന്നെ കുഞ്ഞിന് വല്ലാത്ത ആശ്വാസം. അവർ കുഞ്ഞിൻ്റെ സ്നഗ്ഗി അഴിച്ചു. ചൂടുവെള്ളത്തിൽ മേല് കഴുകി കുഞ്ഞിനെ ഒരു നിക്കറിടിയിച്ചു. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടായി കുഞ്ഞിന് സ്നഗ്ഗി വെച്ച് കൊടുക്കരുതെന്ന്? കുഞ്ഞിൻ്റെ തുടയിടക്കാകെ ചുവന്ന് പൊട്ടിയിരിക്കുന്നു. നീ ഇതൊന്നും കാണുന്നില്ലേ? അതിന് പറയാൻ കൂടി അറിയില്ല നീ. അമ്മയ്ക്കത് എന്തിൻ്റെ കുഴപ്പമാണ്? വന്ന് കയറി. എനിക്ക് മനസ്സമാധാനം തരില്ലേ? മനുഷ്യനാകെ തല പെരുതിരിക്കുമ്പോഴാണ്. അവൾ കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പൊടിക്കുഞ്ഞിനെ നോക്കുന്നതല്ലാതെ നിനക്ക് എന്താ നീ ഇത്രയും വലിയ ജോലി? അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ഒരു മേലനങ്ങാത്ത സുന്ദരിക്കോതയുണ്ടല്ലോ, അവൾക്കൊരു പാത്രം പോലും എടുത്ത് കഴുകി വയ്ക്കില്ല. കഴിക്കാൻ സമയമാകുമ്പോൾ കൃത്യമായി വരും. പിന്നെ വീട്ടിലെ ജോലികളും ഈ കുഞ്ഞിൻ്റെ കാര്യം എല്ലാം കൂടി നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നീ ആരോട് ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന വല്ല ബോധവും ഉണ്ടോ? 3 വർഷമല്ലേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് വരെ ആ വീട്ടിലെ സകല ജോലികളും ചെയ്തതും വീട്ടിലെ കാര്യം നോക്കി പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. ആ കൊച്ചിനെ കൊണ്ടൊന്നും ചെയ്യിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണമോ? ഈ പറയുന്നതൊക്കെ തിരിച്ചാകാനേ സാധ്യതയുള്ളൂ. നിനക്ക് എന്താ ഇനി ആ കൊച്ചിനോട് ഇത്രയും ശത്രുത? ഇവിടെ അമ്മയും അവളെ മയക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? സ്വന്തം മോളുടെ ഭാഗം നിൽക്കാതെ നിങ്ങൾ എന്തിനാ തള്ളേ അവളുടെ ഭാഗം പിടിക്കുന്നത്? അനി, നീ മര്യാദയ്ക്ക് സംസാരിക്കുക. പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ തള്ളയെന്ന് വിളിക്കരുതെന്ന്. പഠിപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ല, മറ്റുള്ളവരോട് പെരുമാറാനും പഠിക്കണം. അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ മതി. നിൻ്റെ തോന്നിവാസത്തിനൊക്കെ കൂട്ടുനിന്ന് ഇപ്പോൾ ഞാൻ ഇത് തന്നെ കേൾക്കണം. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. അവസാനം സ്വന്തം പല്ലിട കുത്തി മണപ്പിക്കുന്നത് പോലെയാകും. എന്താ ദേവകി പ്രശ്നം? റോഡിൽ നിന്ന് കേൾക്കാം ഇവിടുത്തെ ബഹളം. കതകും തുറന്നിട്ട് അമ്മയും മോളും കൂടി ഇവിടെ യുദ്ധമാണോ? കയ്യിലിരുന്ന കവർ അതുപോലെ മേശയുടെ പുറത്തേക്ക് വെച്ചുകൊണ്ട് കരുണനകത്തേക്ക് വന്നു. അത് പിന്നെ കുഞ്ഞിൻ്റെ തുടയിടൊക്കെ ചുവന്ന് മുറഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ ഇവളോട് ചോദിക്കുകയായിരുന്നു. കരുണേട്ടാ, കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവളോട് പറഞ്ഞതാണ് കുഞ്ഞിന് സ്നഗ്ഗിയും മറ്റും വയ്ക്കരുതെന്ന്. ഇപ്പോൾ അത് ചോദിച്ചതാണ്. അവിടുത്തെ അവളുടെ അധ്വാനത്തിൻ്റെ കണക്ക് പറയുന്നു. ത്രിസന്ധ്യ സമയത്ത് ഈ ഇച്ചിരിയില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ച് ഇത്രയും ദൂരം വരണമെങ്കിൽ ആലോചിച്ച് നോക്ക് ഇവൾക്ക് എത്ര അഹങ്കാരം ഉണ്ടെന്ന്. നിങ്ങൾ ഫോൺ എടുത്ത് അരവിന്ദനെ വിളിച്ചു നോക്ക് എന്താ കാര്യമെന്ന്. അപ്പോൾ അറിയാമല്ലോ.
ദേവകി പറയുമ്പോൾ അയാൾ ഫോണുമായി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അമ്മയ്ക്കത് എന്തിൻ്റെ കുഴപ്പമാ ഇപ്പോൾ അച്ഛനോട് പറയാൻ? അടുത്ത ദേഷ്യത്തിൽ പല്ലിറുമ്മി. പിന്നെ നിന്റെ തോന്നിയാസങ്ങളൊക്കെ കണ്ട് മിണ്ടാതിരിക്കണോ? ഹലോ അരവിന്ദ. കരുണാകരൻ്റെ കനമുള്ള ശബ്ദം അരവിന്ദൻ്റെ ചെവിയിൽ തുളച്ചു കയറി. ഹലോ അച്ഛാ. ആ അരവിന്ദ, എന്താ മോനെ പ്രശ്നം? ഈ സന്ധ്യാസമയത്ത് ഇവൾ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരാൻ മാത്രം? അച്ഛാ, അതങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടാണോ ഇവൾ ഇവിടെ വന്ന് കരയുന്നത്? ഞാൻ പറയാം അച്ഛാ, ഇന്നൊരു കൂട്ടർ ദേവുവിനെ കാണാൻ വന്നിരുന്നു. അരവിന്ദ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഇതൊക്കെയാണ് നടന്നത്. ഞാൻ അവൾക്ക് വേണ്ടി ചെലവാക്കുന്നത് ഒരു ഏട്ടൻ്റെ കടമയാണ്. അതിനിപ്പോഴും അനുവാദം ഇല്ലെങ്കിൽ കിങ്ങിണി മോൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന 1 രൂപയിൽ നിന്നുപോലും ഞാൻ എൻ്റെ ദേവുവിനൊന്നും വാങ്ങാറില്ല. അവളുടെ പേരിൽ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുതൽ തന്നെയാണ്. എനിക്കെൻ്റെ പെങ്ങളെ കൊന്നു കളയാനൊന്നും പറ്റില്ല. എല്ലാം സഹിച്ച് ആരോടും ഒന്നും പറയാതെ അവൾ ഈ വീട്ടിനുള്ളിൽ കഴിയുന്നത് എന്നെ ഓർത്താണ്. കെട്ടിച്ചു വിടാനുള്ള പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ ദേവുവിന്. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ അത് ശ്രമിക്കുന്നത് അവൾ ഇവിടെ സഹിക്കുന്നത് കണ്ട് മനസ്സും അടുത്താണ്. ജോലി കഴിഞ്ഞ് വന്നാൽ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം വേണ്ടേ? അരവിന്ദൻ പറയുന്നത് ഓരോന്നും കേട്ടപ്പോൾ കരുണന് മറുപടി ഇല്ലായിരുന്നു. കാരണം തങ്ങളുടെ മകളുടെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി ആ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. എന്തായാലും അവളെ ഇവിടേക്ക് വന്നതല്ലേ, 4-5 ദിവസം നിന്നിട്ട് വരും. നീ ഒന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. അരവിന്ദനെ സമാധാനിപ്പിച്ചുകൊണ്ട് അരവിന്ദൻ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി. ശരി അച്ഛാ. ഫോൺ കട്ടായി. താൻ പറഞ്ഞതൊന്നുമല്ല സത്യമെന്നത് അരവിന്ദേട്ടൻ എന്തായാലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകും. അച്ഛൻ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തായിരുന്നു അനിതയുടെ വെപ്രാളം മുഴുവനും.